ഞാനിപ്പോൾ കൊല്ലത്തേക്കും അതുപോലെ തന്നെ പാലക്കാട്ടേക്കും പോവുകയാണ്. പാലക്കാട്ട് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ വോട്ട് രേഖപ്പെടുത്താനായി ഇതാ സ്ക്രീനിൽ കാണുന്നു. വോട്ട് ചെയ്യാനായി ബൂത്തിൽ എത്തിയിട്ടുണ്ട്, പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ രാജ്കുമാറും കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ആദ്യം സച്ചിനിലേക്ക്. സച്ചിൻ അവിടെയുണ്ട്. AK ബാലൻ വോട്ട് ചെയ്യാനായി എത്തിയ പോളിംഗ് ബൂത്തിൽ ഇപ്പോൾ സച്ചിനുമുണ്ട്. സച്ചിൻ, എങ്ങനെയുണ്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലം വോട്ടിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? ശരത്തേട്ട, പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ 12% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ക്യൂ തന്നെയാണ് പാലക്കാട് പല പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ കാണാൻ വേണ്ടി സാധിച്ചത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് താപനില ഉഷ്ണതരംഗത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നതിനാൽ വലിയ ഒരു വോട്ടർമാർ വലിയ രീതിയിൽ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ഇതിൽ കൂടുതലും സ്ത്രീ വോട്ടർമാരാണ് എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതായത് രാവിലെ 6 മണി മുതൽ പല ബൂത്തുകളിലും എത്തിയിട്ടുള്ളത് ഭൂരിഭാഗവും സ്ത്രീ വോട്ടർമാരായിരുന്നു. അത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള വോട്ടർമാരുടെ ഒരു മുന്നേറ്റം തന്നെയാണ് പാലക്കാട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രാവിലെ തന്നെ വലിയൊരു ജനപങ്കാളിത്തം പാലക്കാട് എല്ലാ മണ്ഡലത്തിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിലവിൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് LDFിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും CPMൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള വിജയരാഘവനാണ് പാലക്കാട് LDFിൻ്റെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന വാശിയോടെ തന്നെയായിരുന്നു LDFിൻ്റെ പ്രചരണം എല്ലാ ഭാഗങ്ങളിലും മുന്നേറിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി LDFിന് പാലക്കാട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ 5 വർഷക്കാലം പാലക്കാട് ഉണ്ടായിരുന്ന MP യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല എന്നൊരു വലിയൊരു ഫീഡ്ബാക്ക് തന്നെയായിരുന്നു LDFിൻ്റെ പ്രചരണത്തിലുടനീളം LDF സ്ഥാനാർത്ഥിക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ പാലക്കാടിനെ സംബന്ധിച്ച് കാർഷിക മേഖല അതുപോലെ തന്നെ വ്യവസായ മേഖലയും അടക്കം വലിയൊരു മേഖല വ്യാപിച്ച് കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് പാലക്കാട്. അത്തരത്തിൽ വികസനത്തിൻ്റെ യാതൊരു മുന്നേറ്റവും കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ടില്ല. അതിന് ഒരു മറുപടി എന്ന രൂപത്തിൽ ഇത്തവണ LDFിന് വലിയ രീതിയിൽ മുൻതൂക്കം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ LDF നേതാക്കളെല്ലാം. CPIMൻ്റെ ജില്ലാ സെക്രട്ടറി പോലും പറഞ്ഞത് 1,00,000-ലധികം വോട്ടുകൾ പാലക്കാട് ജില്ലയിൽ LDF സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കും. അത്തരത്തിൽ വലിയൊരു ഭൂരിപക്ഷം LDFിന് ഇവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF മുന്നോട്ട് പോകുന്നത്. ശരത്, ശരി. രാഷ്ട്രീയമായ ആ ലോക്സഭാ മണ്ഡലത്തിലെ ആധിപത്യമുണ്ട്, മേൽക്കൈയുണ്ട്, മുൻതൂക്കമുണ്ട്. അതിലൂടെ തന്നെ ഈ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനാകും എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ആ നിലയിൽ ഒരു വിജയപ്രതീക്ഷയോടെയാണ് ഇടതുമുന്നണി പാലക്കാട്ടെ മത്സരത്തെ കാണുന്നതും. ഇപ്പോൾ AK ബാലൻ വോട്ട് ചെയ്യാനായി അവിടെ ക്യൂവിലുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പാലക്കാട്ടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നീണ്ട ക്യൂ ആണ് കാണുന്നത് എന്നുപോലുള്ള വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്.